മുഖക്കുരുവിന് ശരിക്കും ഒരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണോ? എന്നാൽ പലപ്പോഴും നമുക്കിവിടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക കേസസും പേഷ്യൻസിൻ്റെ കെയർലെസ്നെസ് കൊണ്ട് മാത്രം ക്ലിനിക്കിൽ വരെ എത്തുന്ന ഒരു കേസസാണ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എത്രത്തോളം മാക്സിമം ഒഴിവാക്കാം, വീട്ടിൽ തന്നെ നിന്നിട്ട് നമുക്കിതെങ്ങനെ കൺട്രോൾ ചെയ്യാം, ശരിക്കും ആരാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് പ്രിഫർ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ റെഹാന റഷീദ്, ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. റീസെൻ്റ്ലി നമ്മൾ നടക്കാവിൽ OP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡീറ്റെയിൽസും നമ്മളിവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മുഖക്കുരു എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമാണ് അല്ലേ? ടീനേജേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് 20s 30s പ്രായമുള്ളവർ, മെനപ്പോസൽ ഏജ്, അതായത് നമ്മുടെ പീരിയഡ്സ് നിൽക്കാനായിട്ടുള്ള സ്ത്രീകളിൽ, ഇങ്ങനെ പല ഏജസിലായിട്ട് നമുക്ക് മുഖക്കുരു കണ്ടുവരാറുണ്ട്. ഇത് ലേഡീസിൽ മാത്രമല്ല, ഇപ്പോഴത്തെ കാലങ്ങളിൽ ഇത് ലേഡീസിനേക്കാൾ കൂടുതലൊരു കൺസേൺ ആയിട്ട് പറയാറുള്ളത് മെയിൽ പേഷ്യൻസ് ആണ്, അതായത് ആണുങ്ങളാണ്. കാരണം ഇപ്പോൾ അവർക്കും ഇതേപോലെ തന്നെ ആക്നെ ആദ്യത്തേക്കാൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഇതിനൊരു കോമൺ റീസൺ. അപ്പോൾ എന്താണ് ഈ മുഖക്കുരു? നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡിയിലുള്ള ഏതൊരു സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനും ഇൻഫെക്ഷൻ വരുമ്പോഴോ അതിനെന്തെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുക, പോർസ് അടഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന പ്രൊഡക്റ്റാണ് ആക്നെ എന്ന് പറയുന്നത്. പല കാറ്റഗറീസ് ഉണ്ട്. റോസേസിയെ, അല്ലെങ്കിൽ നോഡ്യൂളാർ, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സൊക്കെ ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുന്നെടുത്ത് കാണാവുന്നതാണ്. മുഖക്കുരുവിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത് അത് പുറത്ത് വിടുന്ന സ്കാർ, അല്ലെങ്കിൽ ബാക്കി വെക്കുന്ന പാടുകളാണ്. ഈ പാടുകൾ എങ്ങനെ കളയാന്നുള്ളത് തന്നെ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഈ പാട് വരാനുള്ള റീസൺ ചിലപ്പോൾ നിങ്ങളിത് കുത്തുന്നതോ അല്ലെങ്കിൽ മാന്തി പൊളിക്കുന്നതോ ഇത് പ്രിക്ക് ചെയ്യുന്നതോ ആവാം. ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നത്, സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നത്, എന്തിന് പിമ്പിൾ ബ്രേക്കേഴ്സ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് മാക്സിമം നിർത്തിവെക്കാം. ഏതൊരു ബോഡി ടിഷ്യൂവിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോഴും അവിടെ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഒരിക്കലും ഒറിജിനൽ സെൽസ് ആയിരിക്കില്ല, സ്കാർ ടിഷ്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ ഒരു കറുത്ത പാട് അല്ലെങ്കിൽ കല നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിതിനെ ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ ഒട്ടുമിക്ക കേസസിലും ഇത് ഒരു സ്കാറും ഇല്ലാതെ തന്നെ മാഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെയുള്ള മറ്റൊരു റീസൺ ആണ് ഈ സ്കിന്നിൻ്റെ ഹീലിങ്ങിനെ നിങ്ങൾ തടയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിലുള്ള ഒരു പ്രൈം കൺസേൺ ആണ്, അതായത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ്. അപ്പോൾ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 3 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ സൺസ്ക്രീൻ. ബേസിക്കലി നമുക്ക് ആവശ്യം ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഒന്ന്, സ്കിൻ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ഭവിഷ്യത്തുകളാണ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കാറ്റഗറൈസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ്, നിങ്ങൾ രാവിലെ തന്നെ ഒരു ചെറിയ ക്ലെൻസറോ സോപ്പോ അല്ലെങ്കിൽ ബേബി സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും കുഴപ്പമില്ല, ബെറ്റർ ക്ലെൻസേഴ്സാണ്. മുഖം ഒന്ന് വാഷ് ചെയ്യുക രാവിലെ എണീറ്റ ഉടനെ തന്നെ. എന്നിട്ട് ഒരു പാഡ് ഡ്രൈ, ചെറുതായിട്ടൊരു കോട്ടൺ ക്ലോത്ത് ടവൽ ഉപയോഗിച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓയിൽ ഏത് ഭാഗത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസ് മൊത്തത്തിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണ്ട് വലിഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഡ്രൈ സ്കിൻ എന്നുള്ള പ്രോബ്ലമാണ്. അതല്ല, നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് ഈ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് ഓയിലി സ്കിൻ എന്നുള്ള കാറ്റഗറിയാണ്. അതല്ല, ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് T സോൺ, നമ്മുടെ നെറ്റി, മൂക്ക്, ചീക്സിൻ്റെ ഈ ഹൈ പോയിൻറ്റ്സ്, ചിന്നിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബാക്കി ഭാഗങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ളത് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇതാണ് മോസ്റ്റ് കാറ്റഗറീസിലും വരുന്നത്. ഇതൊന്നും അല്ലാത്ത 4ാമത്തെ സെക്ഷൻ, അതായത് സെൻസിറ്റീവ് സ്കിൻ. അവർക്ക് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും റിയാക്ഷൻ വരിക, കുറച്ച് വെയിൽ കൂടിയ റിയാക്ഷൻ വരിക, വേറെ എന്ത് ചെയ്താലും എന്തെങ്കിലും റെസ്പോൺസോ റിയാക്ഷൻസോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് സെൻസിറ്റീവ് സ്കിന്നാണ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. മറ്റൊരു മിസ്റ്റേക്ക് പ്രൊഡക്ട്സിൽ ചെയ്യാറുള്ളത്, ഓവർ കൺസേൺഡ് ആയിട്ട് നമ്മൾ ഈ യൂട്യൂബിലും അതേപോലെ തന്നെ റീൽസിലൊക്കെ കാണുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കും. ഒട്ടുമിക്ക കേസസിലും ഏറ്റവും ഫേമസ് ആയി കാണുന്ന പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് വളരെ കൂടുതലുള്ളതാണ്, അല്ലാതെ ഒരിക്കലും ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ആവണമെന്നില്ല. നൈസിഡമൈഡ് പ്രൊഡക്ട്സ്, റെറ്റിനോളിൻ്റെ പ്രൊഡക്ട്സ്, അതുപോലെ മറ്റെന്തെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കൺസേൺ ഉണ്ട്, നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് അഥവാ ഡോക്ടർ പറഞ്ഞു ഇന്ന കണ്ടൻറ്റുള്ള മെറ്റീരിയൽസ് കൂടുതൽ യൂസ് ചെയ്യാം, അങ്ങനെ പറയുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. അതർവൈസ്
നോർമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെ നയസിനമൈഡ്, വൈറ്റമിൻസ്, ഇതൊക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സിനോട് മാക്സിമം ഒന്ന് മാറി നിൽക്കുക. ഉപയോഗിച്ച് ചിലപ്പോൾ സ്കിൻ ബാരിയറിന് ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഹീലിംഗ് ഡിലേ ചെയ്തേക്കാം, സ്കാറിങ് വന്നേക്കാം. സോ ബേസിക് പ്രൊഡക്ട്സിനോട് മാത്രം യൂസ് ചെയ്യുന്നതാണ് സേഫർ ഓപ്ഷൻസ്. ഇനി ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഈ ബ്രൈറ്റനിങ് ക്രീംസുകൾ, ഫെയർനെസ് ക്രീംസ്, ഇതൊക്കെ ബേസിക്കലി ഒരു സ്കാമാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്കിൻ കളർ ഉണ്ടാകാം, ടെക്സ്ചർ ഉണ്ടാവാം. ഇതിൻ്റെ ഒരു സ്കിൻ കളർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഗ്ലോ വരുത്താം, നിങ്ങൾക്ക് ടാൻ വരാതെ, ആ പിഗ്മെൻറ്റേഷൻ ഒന്നും വരാതെ ക്ലീനായി വെക്കാം. അതല്ലാതെ നിങ്ങൾ സ്കിൻ ടോൺ കുറക്കുന്നതായിട്ടുള്ള പ്രൊഡക്ട്സോ ട്രീറ്റ്മെൻറ്റ്സോ ഒന്നും സേഫ് അല്ല. മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻസ്. ഇനി ഇതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ? നിങ്ങൾ അതേ പില്ലോ യൂസ് ചെയ്യുമ്പോൾ, ഡേർട്ടി ആയിട്ടുള്ള മാസ്കുകൾ തുടരെ ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനത്തെ കേസസിലും നിങ്ങൾക്ക് ആക്നെ പോവാതിരിക്കാം. അങ്ങനത്തെ കേസസിൽ നിങ്ങൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും അതാത് ദിവസങ്ങളിൽ പില്ലോ കവർ സ്ഥിരമായിട്ട് മാറ്റുക. മാക്സിമം കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് പില്ലോ കവേഴ്സ് ചൂസ് ചെയ്യാം. ഇത് ഫ്രിക്ഷൻ കുറക്കാനും അതുമൂലം വരുന്ന ഇച്ചിങ് അല്ലെങ്കിൽ സ്കാറിങ് കുറക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെ നിങ്ങൾക്ക് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാം. അതെന്തൊക്കെയാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഉള്ളതല്ല. ചിലവരിൽ പ്രത്യേകം ഒരു കാറ്റഗറി ഉണ്ടാവും. കുറച്ച് വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഫേസൊക്കെ പാടി അങ്ങ് ചുമന്ന് വരിക, നമുക്കൊരു സൺ ബേൺ പോലത്തെ ടെൻഡൻസീസ് വരാൻ. പ്രോപ്പർ സൺബേൺ അല്ല, അതായത് ബ്ലിസ്റ്റർ അല്ലെങ്കിൽ കുമിള വരുന്ന സൺബേൺ അല്ല. നമ്മൾ പോയി വന്ന് മുഖമൊക്കെ വളരെ ചൂടായി നിൽക്കുന്നത്, സ്കിന്നിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല ഹീറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ പുറത്ത് നിന്ന് വന്ന ഉടനെ തന്നെ ഒരു അര സ്പൂണൊക്കെ തൈര്, നമ്മുടെ കട്ടത്തൈര് ഒന്നും ചേർക്കാതെ പ്ലെയിൻ അതെടുത്തിട്ട് മുഖം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് വയ്ക്കുക, വാഷ് ചെയ്യുക. ഇതിങ്ങനെ നന്നായി ഹീറ്റായി വരുന്ന ഫേസിന് ആ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ ഒരു സൂതിങ് ഏജൻറ്റ് മാത്രമാണ്. ഒരിക്കലും റെഗുലറായിട്ട് ഇങ്ങനെ തൈരിൻ്റെ കൂടെയോ പാലിൻ്റെ കൂടെയോ എന്തെങ്കിലും പൊടികൾ ചേർത്തിട്ടൊക്കെ മുഖത്ത് തേക്കരുത്. ഞാൻ തീരെ അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല. ഇവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ തന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. സോ ബെറ്റർ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാം. അതുപോലെ ഓൾറെഡി നിങ്ങൾക്ക് കുരുക്കൾ അല്ലെങ്കിൽ ആക്നെ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഞാൻ പറയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് തീരെ ഉപയോഗിക്കരുത്. ഒന്ന്, കോഫി സ്ക്രബുകൾ, പ്ലീസ് അത് ഉപയോഗിക്കരുത്. സ്ക്രബ് നിങ്ങൾക്ക് ഡാമേജ് വരുത്തും, സ്കാറിങ് പ്രൊഡ്യൂസ് ചെയ്യും. ലെമൺ, ടർമറിക് അഥവാ മഞ്ഞൾ പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പാടെ യൂസ് ചെയ്യാത്തതാണ് ബെറ്റർ ഓപ്ഷൻസ്. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്തേ പറ്റൂ, അത് വളരെ ഇഷ്ടമാണ് എന്നുള്ള അഭിപ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സേഫർ പ്രൊഡക്റ്റാണ് സാൻഡൽവുഡ് പൗഡർ അല്ലെങ്കിൽ സാൻഡൽവുഡ്. ഈ ചന്ദന കട്ടി എന്നൊക്കെ നമ്മൾ പറയും. ഈ ഫ്ലവർ ഷോപ്പുകളിൽ അതേപോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാൻഡൽവുഡ് അഥവാ നമ്മുടെ ചന്ദന കട്ടിയായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. ഒരു ചെറിയ പീസായിരിക്കും. അത് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു റോക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മിയിലൊക്കെ ഇങ്ങനെ ഉരച്ചിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റോസ് വാട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ മാത്രം യൂസ് ചെയ്യാം. സ്പെഷ്യലി റോസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാങ്ങിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കുക. റോസ് വാട്ടർ പതയ്ക്കുന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല, അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. മാക്സിമം അങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ പത വരാത്ത റോസ് വാട്ടറാണ് ബെറ്റർ. ഒട്ടുമിക്ക ബ്രാൻഡ്സിലും പത വരും. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് പത ഏതാണോ കുറവുള്ളത് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റോസ് വാട്ടർ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അത് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല, അതാത് ദിവസങ്ങൾ തന്നെ യൂസ് ചെയ്ത് തീർക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമോ ഹോം റെമഡീസ് അവോയ്ഡ് ചെയ്യുക. ഇത് വളരെയധികം എമർജൻസി സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ പോലും ലെമൺ അഥവാ നാരങ്ങ, നമ്മുടെ മഞ്ഞൾ, പച്ചമഞ്ഞൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്കിന്നിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്തെങ്കിലും കുരു അല്ലെങ്കിൽ ആക്നെ ഉള്ളവരാണെങ്കിൽ പ്ലീസ് സ്റ്റേ അവേ, ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ ഇതൊന്നും അല്ലാത്ത ചില കാറ്റഗറീസ് ഉണ്ടാവും. നിങ്ങൾക്കുള്ളത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ എന്തെങ്കിലും രോഗത്തിൻ്റെ സൈഡ് പ്രൊഡക്റ്റ് ആയിട്ടോ വരുന്ന ആക്നെ വരാം. അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾക്ക് വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്ട്സ് കൊണ്ട് നിങ്ങളുടെ സൊല്യൂഷൻ ആകുന്നില്ല. ഇൻറ്റേർണലി നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് മാത്രമാണ് ആക്നെ കുറയ്ക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ സ്കാറുകളും കുറച്ച് ഡീപ്പായിരിക്കും. സോ ബെറ്റർ അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രം പ്രിഫർ ചെയ്യാം. ഇതൊന്നും അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. എപ്പോഴും ക്ലിയർ സ്കിന്നാണ്, പക്ഷെ വല്ലപ്പോഴും മാത്രം മെൻസസ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ മെൻസസ് ആവാനുള്ള ഏജ് ആകുമ്പോൾ പ്യൂബർട്ടൽ ആക്നെ
ഒരു 10 മുതൽ 16 വയസ്സിൻ്റെ ഇടയ്ക്ക് ചിലവർക്ക് കുറച്ച് കുരു വന്ന് കാണാറുണ്ട്. അങ്ങനെയുള്ളവർ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുകയാണ്, നിങ്ങളുടെ ബോഡി കാര്യങ്ങൾ പഠിക്കുകയാണ്. ആ ഒരു ലെവൽ, ആ സ്പെക്ട്രം നോർമലൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ സൊല്യൂഷൻ വരും. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, ജസ്റ്റ് ബെറ്റർ ഡയറ്റ് ഫോളോ ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത കുറച്ച് ആക്നെ ഉണ്ട്, അല്ലെങ്കിൽ കുരുക്കളുണ്ട് അല്ലേ. അതെങ്ങനെയാണ് വരുന്നത്? സ്ട്രെസ് ആക്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവൻറ്റിന് തൊട്ട് മുന്നോടിയായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങൾ എന്തെങ്കിലും കൗൺസിലിംഗ് പോലെ എടുക്കുന്നവരാണ്, എന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു പോഡ്കാസ്റ്റിൽ കണ്ടൊരു കാര്യമുണ്ട്, ഇന്ന് ഞാനത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് സ്ട്രെസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അല്ലേ. പക്ഷേ നമ്മുടെ റിയാക്ഷൻസ്, അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമുക്ക് കൺട്രോൾ ചെയ്യാം. 2 കാര്യങ്ങൾക്ക് നമുക്ക് ജീവിതത്തിൽ സ്ട്രെസ് എടുക്കണ്ട എന്നാണ് ഈ പോഡ്കാസ്റ്റിൽ പറയുന്നത്. ഒന്ന്, സൊല്യൂഷനുള്ള പ്രശ്നങ്ങൾ. ഓൾറെഡി നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ അവൈലബിൾ ആണെങ്കിൽ പ്ലീസ് ഫൈൻഡ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ പ്രാവർത്തികമാക്കൂ. അപ്പോൾ പ്രോബ്ലം സോൾവ്, ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന് സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നെവർ എ പ്രോബ്ലം. അങ്ങനത്തെ കേസസിലും സ്ട്രെസ് എടുക്കാതിരിക്കുക. സോ ബേസിക്കലി അവർ ഉദ്ദേശിച്ചത് സ്ട്രെസ് ഒരിക്കലും ആവശ്യമില്ല, നടക്കാനുള്ളതും നടക്കാനില്ലാത്തതും അതിൻ്റെ സൈഡിലൂടെ പോവും. നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക, ബാക്കി ലീവ് ടു ദ റെസ്റ്റ്. കാരണം നമ്മൾ സ്ട്രെസ് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് എൻസൈംസും ഹോർമോൺസും ഡിസ്റപ്റ്റഡ് ആകുന്നുണ്ട്. സ്പെഷ്യലി കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസിൻ്റെ റിലീസ് വളരെയധികം ചേഞ്ച് ആകും. ഇതിങ്ങനെ സ്കാറിങ്, വൂണ്ട് ടിഷ്യൂ, ഡൈജസ്റ്റീവ് ഇഷ്യൂസിനൊക്കെ കാരണമാവാം. ഇപ്പോൾ മെഡിക്കേഷനോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഫൈൻഡ് പീസ് ഇൻ ദാറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അതിലാണ് സമാധാനം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവരും വരയ്ക്കാം. ഇതൊന്നും അല്ലാത്ത മറ്റൊരു റീസൺ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതാണ് ബേസിക്കലി നമ്മളുടെ റൂട്ടീനും നമ്മുടെ ബോഡീനെയും ബിൽഡ് ചെയ്യുന്നത്. ഒന്ന്, ഗുഡ് സ്ലീപ്പ്. ആക്നെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു 6 to 8 hours, 6 മുതൽ 8 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉറങ്ങുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം, മനം വിട്ട് ഉറങ്ങാൻ നമ്മൾ പറയുമല്ലോ, അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പഠിത്തം അല്ലെങ്കിൽ എക്സാംസിൻ്റെ സമയത്താണെങ്കിൽ പോലും മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് ഈ ഒരു സ്ലീപ്പ് മാക്സിമം കിട്ടുന്ന പോലെ പ്ലാൻ ചെയ്യാം. രണ്ടാമത്തത് ഹെൽത്തി ഡയറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വൂണ്ട് ഹീലിങ്ങിന് അല്ലെങ്കിൽ സ്കാറിങ് കുറക്കുന്ന ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട്, പച്ചക്കറികൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള കറികൾ കഴിക്കുക എന്നുള്ളതല്ല. ചീര അല്ലെങ്കിൽ മുരിങ്ങ, അതേപോലെ തന്നെ ചെറുപയർ, ഇങ്ങനത്തെ സാധനങ്ങളിൽ ഒതുങ്ങി നിൽക്കരുത്. കളർ എപ്പോഴും ചേഞ്ച് ചെയ്യണം. ഈ പ്ലാന്റ്സിനും വെജിറ്റബിൾസിനൊക്കെ ഇങ്ങനെ ഓരോ നിറങ്ങൾ കിട്ടുന്നത് അതിലുള്ള മിനറൽസിൻ്റെ വ്യത്യസ്തത ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ മിനറൽസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ പ്രൊഡക്ട്സ് മാറ്റി മാറ്റി യൂസ് ചെയ്യണം. അതായത് നിങ്ങൾ പയർ കഴിക്കുന്നു, മത്തൻ കഴിക്കുക, കോവയ്ക്ക കഴിക്കുക, അമരയ്ക്ക കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, ബീട്രൂട്ട് കഴിക്കുക. അങ്ങനെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ന്യൂട്രിയൻസും മാറി വരും. അത് നിങ്ങളുടെ ഡെഫിഷ്യൻസീസും ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയൊക്കെ കുറക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ബേസിക്കലി നിങ്ങളുടെ സ്കാർ ടിഷ്യൂ കുറക്കുന്നതായിരിക്കും. സ്പെഷ്യലി അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് മത്തൻ്റെ കുരു, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, അതേപോലെ തന്നെ അമരയ്ക്ക പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് വളരെ ഗുഡ് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്കത് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് തീരെ ആക്നെയിൽ ചേഞ്ചസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ കോസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാത്തതായിട്ടുണ്ട്. കാരണം കണ്ടുപിടിക്കാത്തതുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇങ്ങനത്തെ കേസസിന് ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ആക്നെ മാത്രമല്ല, ഒരുപാട് സ്കിൻ കേസസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യാം. താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കിങ്സോ കൺസൾട്ടേഷനോ വേണ്ടിയിട്ടോ മറ്റ് എൻക്വയറീസിനോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ റിഹാന റഷീദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.